കേരള പോലീസിന്റെ അന്വേഷണ മികവിന്റെ മറ്റൊരു ഉദാഹരണം. തിരുവനന്തപുരം കഠിനംകുളത്ത് ബാറിൽ നിന്ന് 2.5 ലക്ഷത്തോളം രൂപ കാണാതാവുകയാണ്. ജീവനക്കാരൻ തന്നെ പണമെടുത്ത് അന്നു തന്നെ ട്രെയിൻ കയറി. മോഷ്ടാവ് വെസ്റ്റ് ബംഗാളിലെത്തി. പക്ഷേ അയാളുടെ കാമുകി വഴി കേരള പോലീസ് സൽമാൻ മുണ്ടയെ കണ്ടെത്തി സാഹസികമായി കീഴ്പ്പെടുത്തി കേരളത്തിലേക്ക്. ഇക്കഴിഞ്ഞ 17-ാം തീയതിയാണ് ബാറിലെ മാനേജറുടെ ക്യാബിനിൽ സൂക്ഷിച്ചിരുന്ന 2,30,000 രൂപ മോഷണം പോയത്. പുലർച്ചെ ബാർ ഹോട്ടലിലെ സെക്യൂരിറ്റി ക്യാബിനിൽ സൂക്ഷിച്ചിരുന്ന താക്കോൽ കൈക്കലാക്കി ബാറിനുള്ളിൽ കയറി പണം കൈക്കലാക്കിയ ശേഷം താക്കോലുകൾ യഥാസ്ഥാനത്ത് വെച്ച പ്രതി മുങ്ങുകയായിരുന്നു. രാവിലെ ഹോട്ടൽ തുറന്നപ്പോഴാണ് പണം നഷ്ടമായത് മനസ്സിലായത്. തുടർന്ന് കഠിനംകുളം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഫോൺ ഉപയോഗിക്കാത്തതിനാൽ പ്രതിയുടെ സഞ്ചാരപാത കണ്ടെത്താൻ ആദ്യം പോലീസിന് കഴിഞ്ഞില്ല. തുടർന്ന് മറ്റൊരു ഫോണിൽ ഇയാൾ പെൺസുഹൃത്തിനെ വിളിച്ചപ്പോഴാണ് പ്രതി താമസിക്കുന്ന സ്ഥലം പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. കേരള പോലീസ് ഒരാഴ്ച ബംഗാളിൽ തങ്ങിയാണ് ബംഗാൾ പോലീസിന്റെ കൂടി സഹായത്തോടെ പ്രതി പിടികൂടിയത്. മോഷണശേഷം ഇയാൾ തമിഴ്നാട് തിരുപ്പൂർ ചെന്നൈ വഴി സ്വദേശമായ വെസ്റ്റ് ബംഗാളിലെ ജയ്പാൽഗുരിയിലേക്ക് മുങ്ങുകയായിരുന്നു. തിരുവനന്തപുരം റൂറൽ SP KS സുദർശന്റെ നിർദ്ദേശപ്രകാരം ആറ്റിങ്ങൽ DSP മഞ്ജുലാലിന്റെ നേതൃത്വത്തിൽ കഠിനംകുളം ഇൻസ്പെക്ടർ സജു, സബ് ഇൻസ്പെക്ടർ അനൂപ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതി പിടികൂടിയത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.